ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, മർക്കോസിന്റെ സുവിശേഷം 9:36-37. അവൻ ഒരു ശിശുവിനെ കയ്യിലെടുത്ത് കൊണ്ട് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ സ്നേഹിക്കുന്നു. ഒക്ടോബർ മാസം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ കരങ്ങളിലെ കളിപ്പന്താകുവാൻ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി കാണിച്ചു തന്ന എന്റെ ദൈവവിളി ദൈവസ്നേഹമാണെന്ന് പ്രഖ്യാപിച്ച് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് റോസാപുഷ്പങ്ങൾ വർഷിക്കുന്ന ഈ വിശുദ്ധയെ 10-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കണക്കുകൂട്ടുകളുടെ കാലത്തിലൂടെയാണ് നാം ഇന്ന് നടന്നു നീങ്ങുക. ലാഭനഷ്ടങ്ങൾ കമ്പ്യൂട്ടറിൽ നോക്കി ജീവിത വിജയത്തിന്റെ പാതയെന്ന് വിലയിരുത്തുന്ന സ്വഭാവമാണ് ഇന്നത്തെ സമൂഹത്തിന്റെ മുഖമുദ്ര. എന്നാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ദൈവ മഹത്വം പ്രാപിച്ച കൊച്ചു ത്രേസ്യ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വഴിയിലൂടെ കൈ നിറയെ റോസാപുഷ്പവുമായി കുരിശുത രൂപമായി ഓടിയെത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞു നിൽക്കുന്ന അമൂല്യമായ നിധി അവൾ കണ്ടെത്തി. ശിശുവിനെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. ശിശുവിനെ പോലെ ആകാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന സത്യം ദൈവത്തെ പിതാവായി കാണുന്ന എവർക്കും സമസ്ത മനുഷ്യരെയും സഹോദരീ സഹോദരങ്ങളായി കാണുവാനും ലോകവും സമസ്ത സൃഷ്ട പ്രപഞ്ചങ്ങളോടും ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. ആ സ്നേഹ സ്പർശനം അവനെ വലിയ സംതൃപ്തിയും ഒരു കുഞ്ഞുങ്ങളുടെ ആശ്രയബോധവും ഉളവാക്കും. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത തത്വം എന്ന് പറയുന്നത് സ്നേഹം, സ്നേഹിക്കുക. മറ്റൊന്ന് ദൈവ ആശ്രയബോധം. ഈശോ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും ഈ വിശുദ്ധ പടികളിലേക്ക് ഒന്നെത്തി നോക്കാം. ഒന്ന്, അവൾ പ്രതിസന്ധി ഘട്ടങ്ങളില് എല്ലാം ഏറ്റവും എളിമയോടും സ്നേഹത്തോടും ദൈവ സാന്നിധ്യം അനുഭവിച്ചു. സ്വാഭാവികമായ ജീവിതത്തെ അതിസ്വാഭാവികമായി കാണുവാനുള്ള കഴിവ് അവക്കുണ്ടായിരുന്നു. സന്യാസ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അപാരമായ ശാന്തതയും സ്വസ്ഥതയും അവൾ അനുഭവിച്ചു. ഏത് പ്രതിസന്ധി ഉണ്ടായാലും നർമ്മഭാവത്തോടെ അതിനെ സ്വീകരിക്കുവാനുള്ള വലിയ കഴിവ് വിശുദ്ധയ്ക്കുണ്ടായിരുന്നു. ഏറ്റവും ഉപരിയായി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. നിരാശയുടെ നീർച്ചുഴിയിൽ കഴിയുന്നവർക്ക്, തടവറയിൽ കഴിയുന്നവർക്ക് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത തുരങ്കമില്ലെന്നും അവൾ പ്രാർത്ഥിച്ച് അനേക ആത്മാക്കളെ സ്വർഗത്തിനായി നേടിയെടുത്തു. ഉദാഹരണം, കുറ്റവാളിയുടെ മാനസാന്തരം. പ്രിയമുള്ളവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല, രക്തസാക്ഷി ആയിട്ടുമില്ല. ആ മഠത്തിന്റെ 4 ചുവരിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ഓരോരോ കുഞ്ഞു പ്രവർത്തികള് ത്യാഗത്തോടെ ദൈവനിയോഗത്തോടെ യേശുനാഥന്റെ പക്കൽ സമർപ്പിച്ച് ഓരോന്നിലും ഓരോ ആത്മാക്കളെ നേടിയെടുക്കുവാൻ അവൾ ശ്രമിച്ചു. അങ്ങനെയാണ് അവൾ സ്വർഗം കരസ്ഥമാക്കിയത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം, നമുക്ക് തന്നിട്ടുള്ള ഈ പ്രേക്ഷിത ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടുവാൻ ചിരിച്ചും ചിരിപ്പിച്ചും സ്നേഹിപ്പിച്ചും പൊറുത്തും കരുണ കാണിച്ചും ഉള്ള ഒരു ജീവിതം നയിച്ച് നമ്മുടെ ജീവിതവും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.